ഇതാണ് നമ്മുടെ NH-66 കൂരിയാട് വേങ്ങര കൂരിയാട് ദേശീയപാത. ഇത് മെയ് 19-ാം തീയതി 2025 സംഭവിച്ചതാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ദീർഘദൂര ഹൈവേ നിർമ്മാണത്തിൽ ഏകദേശം ഒരു ഭാഗം മുതൽ നമുക്ക് കോഴിക്കോട് അങ്ങറ്റം മുതൽ മലപ്പുറം ഈ അറ്റം വരെ തുറന്ന് കിട്ടേണ്ട ഒരു സമയത്ത് പാടത്ത് മണ്ണിടിഞ്ഞ് താഴ്ന്നു പോയി റോഡെല്ലാം താഴെ പോയ ദേശീയപാതയാണത്. അന്ന് ഇത് വലിയൊരു അപകടമായി വളരെ ചർച്ചയായ ഒരു കാര്യമാണ്. ക്യാബിനറ്റ് മന്ത്രിമാരുടെ ശ്രദ്ധയിൽ വരെ ഉൾപ്പെട്ട് കമ്പനിക്ക് പെനാൽറ്റിയൊക്കെ കിട്ടിയ വലിയൊരു സംഭവമായിരുന്നു അത്. പക്ഷേ ആളപായമൊന്നുമില്ലാതെ തന്നെ എന്തോ ഭാഗ്യത്തിന് ഈ ഒരു അപകടം വലിയൊരു ദുരന്തമായി മാറാതെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. നമുക്ക് ഇത് സംഭവിച്ചിട്ട് ഏകദേശം ഇപ്പം 10 മാസത്തോളം കഴിയാനായി. ഇനി ഇപ്പോൾ എന്താണ് ഈ ദേശീയപാതയിൽ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമുക്ക് ദേശീയപാതയുടെ വിദൂരമായ ദൃശ്യം. ഇത് കുളപ്പുറം ടൗണിൽ നിന്ന് കാണുമ്പോൾ ദേശീയപാത ഇതാ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. ഇപ്പോൾ റോഡിലെ ഈ ഇടത് സൈഡിൽ കൂടെ ഇപ്പോൾ നമുക്ക് വണ്ടികളൊക്കെ വരുന്നത് ഇതാ ഈ ഒരു സൈഡിൽ കൂടെയാണ്. ഏകദേശം പണി കഴിഞ്ഞ് ഇതാ ഇത്രത്തോളമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഏകദേശം മാർച്ച് മാസമായി അപ്പം റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട്. പക്ഷേ വളരെ തകൃതിയായിട്ടാണ് റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ ഇതാ ഇവിടുന്ന് പാസ് ചെയ്തിട്ടാണ് കോഴിക്കോട് റോഡിലേക്ക് തിരിഞ്ഞു പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ആദ്യത്തെ അതേ കൺസ്ട്രക്ഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് കൃത്യം 6 മാസം മുൻപേ എന്തായിരുന്നു ഈ കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു ഇതാണ്. അവിടെ പില്ലറുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം പില്ലറുകളുടെയൊക്കെ ഈ പണികളൊക്കെ ഒരു 6 മാസം മുന്നേ തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. ഈ ഭാഗം മുതലാണ് അവർ റീകൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ഇത്രത്തോളമാണ് ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും ഒരു 4-5 മാസം എടുക്കാം പൂർണ്ണമായിട്ടും ഇത് പ്രവർത്തനമായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. ഇത് നോക്കിയേ, കണ്ടോ, ഇവിടെ ഒക്കെ ഇത്രേ പണി കഴിഞ്ഞിട്ടുള്ളൂ. പില്ലേഴ്സിൻ്റെ ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ